Good morning. Okay, good morning. പെട്ടെന്ന് തന്നെ എല്ലാവരും ക്ലാസ്സിലേക്ക് വരാം കേട്ടോ. എല്ലാവരും ഇന്ന് കുട്ടികൾ കുറവാണല്ലോ ക്ലാസ്സിൽ. എന്ത് പറ്റി? എല്ലാവരും കയറാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ രചന, ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്, ലബോറട്ടറി സർവീസസ് അല്ലെ. പുതിയൊരു ചാപ്റ്റർ ആണ് ലബോറട്ടറി സർവീസസ്. അപ്പൊ നമ്മുടെ ലാബ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ലാബ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് നമ്മൾ ഈ പറയുന്ന അസുഖം, അതായത് രോഗനിർണയത്തിന് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്ന സ്ഥലമാണിത് ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ. ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെ. അതായത് ബ്ലഡ് ആവാം, യൂറിൻ ആവാം, സ്പ്യൂട്ടം ആവാം, സെറം ആവാം, സ്റ്റൂൾ ആവാം അല്ലെ. ഇതെല്ലാം തന്നെ എന്താണ്? ക്ലിനിക്കൽ സ്പെസിമെൻസ് ആണ് അല്ലെ. ഇത്തരം ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തിക്കൊണ്ട് രോഗനിർണയം നടത്തുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ലബോറട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യം എന്താണ്? അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഫിസിഷ്യൻസ് ഉണ്ടായിരിക്കും, പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സാക്ട് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലാബിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെ, ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് പറഞ്ഞത് അല്ലെ. അതായത് ഓരോ ലാബും അവർ കൊടുക്കുന്ന സർവീസുകളെ ബേസ് ചെയ്തിട്ട് 5 ആയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് 5 ഫങ്ഷണൽ ഡിവിഷൻസ്. ഏതൊക്കെയായിരുന്നു? ക്ലിനിക്കൽ പാത്തോളജി, പിന്നെ എന്താണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി, പിന്നെ ബയോകെമിസ്ട്രി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, പിന്നെ യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. അപ്പോ നമുക്കറിയാം ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഹെമറ്റോളജി വരുന്നുണ്ട്, ഹിസ്റ്റോ പാത്തോളജി വരുന്നുണ്ട്, സൈറ്റോളജി വരുന്നുണ്ട്, റൂട്ടീൻ പാത്തോളജി വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് പറയും അല്ലെ. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഓക്കെ നവ്യ, ഗുഡ് മോർണിംഗ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ബാക്ടീരിയോളജി, വൈറോളജി അല്ലെ, പിന്നെന്താ സെറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി. ഇതൊക്കെ ഇതിനെന്താ വരുന്നത്? ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്താണ് വരുന്നത് അല്ലെ. പിന്നെ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി നമ്മൾ പറഞ്ഞു. ബയോകെമിസ്ട്രിക്കകത്ത് എന്തൊക്കെയാ വരുന്നത്? ഹോർമോണൽ അസേസും ബയോകെമിക്കൽ അനാലിസിസ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഇത്രയും അങ്ങനത്തെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഹൈറാർക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ലബോറട്ടറി ഡയറക്ടർ ആണ് അല്ലെ. ലാബ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി വലിയൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെ, ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? എല്ലാവിധ കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻ അല്ലെ. ലാബിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ലാബ് ഡയറക്ടറാണ്. അത് മാത്രമല്ല രോഗികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള പരിചരണങ്ങൾ ഉറപ്പാക്കുന്നതും, പിന്നെ ഈ പറയുന്ന രോഗിയുടെ റിസൾട്ടുകള് അവരുടെ പാത്തോളജിസ്റ്റുമായിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ്? ലബോറട്ടറി ഡയറക്ടറാണ് അല്ലെ, ലാബ് ഡയറക്ടറാണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ് കേട്ടോ. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? സാങ്കേതികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന വ്യക്തിയാണ്. അതായത് ഒരു ലാബിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ജനറൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ലാബിനകത്ത് നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് അല്ലെ. പ്രൊവൈഡ്സ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ് അല്ലെ. മാറിപ്പോകരുത് കേട്ടോ. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ബാക്കിയുള്ള ഭാഗം നോക്കാം.
അടുത്ത നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അഥവാ MLT ആണ് കേട്ടോ. MLT. ഓക്കെ, MLTയുടെ ഫുൾ ഫോം പഠിച്ചിരിക്കണം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്നാണ് കേട്ടോ. ഇതാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ MLT. ഈ MLT-കാരാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ലാബുകളിലെ ടെസ്റ്റുകളും മറ്റും ചെയ്യുന്നത് ആരാണ്? MLT-കാരാണ് കേട്ടോ. ഓക്കെ, ലാബിലെ പരിശോധനകളെല്ലാം തന്നെ ചെയ്യുന്നത് ആരാണ്? MLT-കാരാണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. അപ്പൊ നോക്കാം എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് accredited MLT or certificate program licensure or certification may be required by the employers. അപ്പൊ ഒന്നില്ലെങ്കിൽ അസോസിയേറ്റ് ഡിഗ്രി ഇൻ MLT കേട്ടോ. MLTക്ക് അകത്ത് ഡിഗ്രി ആണ് യോഗ്യത വേണ്ടത്. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ MLT കേട്ടോ. MLTക്ക് അകത്ത് ഡിപ്ലോമ കോഴ്സ്. കാരണം ഇവിടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലൈസൻഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് MLTക്ക് അകത്ത് ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ MLTയുടെ അസോസിയേറ്റ് ഡിഗ്രിയോ ഉള്ളതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. രണ്ടും വേണ്ട, ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഒന്നുകിൽ അസോസിയേറ്റ് ഡിഗ്രി ഇൻ MLTയുടെ ഡിഗ്രി കോഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ MLTയുടെ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ട്. ഓക്കെ, അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി നോക്കിയേ. പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS or MT. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ്. കസ്റ്റമറി എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമറി പതിവ് പരിശോധന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കസ്റ്റമറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പതിവ് പരിശോധനകളാണ് കേട്ടോ. ഇത് പറഞ്ഞ ലാബിലെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ആരാണ്? MLT-കാരാണ് കേട്ടോ. ഇതിൽ പറയുന്നത് ലാബിനകത്തുള്ള പതിവ് പരിശോധനകൾ നടത്താം. അതുപോലെ തന്നെ എന്താണ്? ക്വാളിറ്റി കൺട്രോൾ അല്ലെ. ക്വാളിറ്റി കൺട്രോൾ നടത്താം. ആരുടെ ഗൈഡൻസിലാണ്? ഒരു MLS അഥവാ MTയുടെ ഗൈഡൻസിൽ. അപ്പൊ നിങ്ങൾ അറിയണം MLS എന്താണെന്ന് അറിയണം കേട്ടോ. MLS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് കേട്ടോ. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നരുത്. എഴുതി വെക്കണം MLS കേട്ടോ. MLS എന്ന് പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. അത് തന്നെയാണ് MT എന്ന് പറയുന്നത് കേട്ടോ. MT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ടെക്നോളജിസ്റ്റ് എന്നാണ് കേട്ടോ. മെഡിക്കൽ ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയാം കേട്ടോ. ഇത് രണ്ടും ഒന്ന് എഴുതി വെക്കണം. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. പിന്നീട് വായിക്കുമ്പോൾ ഡൗട്ട് വരരുത്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് അത് ചോദിക്കൊന്നുമില്ല, എക്സാമിനൊക്കെ ചോദിക്കില്ല. ഓക്കെ, MLS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് കേട്ടോ. അത് തന്നെയാണ് MT എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ ടെക്നോളജി എന്ന് പറയാം. മെഡിക്കൽ ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു MLTയും MLS-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താകുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് അല്ലെ. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആണ് MLT എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ യോഗ്യത എന്ന് നമ്മൾ പറഞ്ഞതാണ് അസോസിയേറ്റ് ഡിഗ്രി ഇൻ MLT അഥവാ ഡിപ്ലോമ ഇൻ MLT ആണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഡിഗ്രിയാണ് വേണ്ടത് MLTയുടെ, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ MLT ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. MLS എന്ന് പറയുമ്പോൾ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടത് അസോസിയേറ്റ് ഡിഗ്രി ഇൻ MLS ആണ് വേണ്ടത്. ഡിഗ്രിയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. ഡിപ്ലോമ അല്ല, ഡിഗ്രിയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ രണ്ടു കൂട്ടരും ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ലാബിലെ പരിശോധനകൾ തന്നെയാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത്. പക്ഷേ MLT-കാരാണ് നമ്മുടെ ലാബിനകത്തുള്ള ഡേ ടു ഡേ ഈ പറയുന്ന നമ്മൾ പറഞ്ഞ കസ്റ്റമറി ടെസ്റ്റുകൾ പതിവ് പരിശോധനകളൊക്കെ ചെയ്യുന്ന MLT-കാരാണ്. കുറെ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ആര് ചെയ്യുന്നത്? MLS-കാര് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതായത് MLT-കാരാണ് ഒരു ലാബിനകത്ത് സാധാരണ പതിവ് പരിശോധനകളൊക്കെ ചെയ്യുന്നത് MLT-കാരാണ്. പക്ഷെ കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് കുറെ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് MLS-കാരാണ് കേട്ടോ. അതായത് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആണ്. അപ്പോ MLT-കാര് പ്രവർത്തിക്കുന്നത് എപ്പോഴും MLS അല്ലെങ്കിൽ MTയുടെ ഗൈഡൻസിലായിരിക്കും കേട്ടോ. MLS അല്ലെങ്കിൽ MT-കാരുടെ ഒരു സൂപ്പർവിഷനിലായിരിക്കും MLT-കാര് ലാബിനകത്ത് പരിശോധനകൾ നടത്തുന്നത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ, ക്ലിയർ ആയി അല്ലേ? അപ്പൊ ജസ്റ്റ് ശ്രദ്ധിക്കുക, MLT-യും MLS-ഉം തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. MLT എന്ന് പറഞ്ഞ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്നാണ്. അവര് ലാബിനകത്ത് പതിവ് പരിശോധനകൾ നടത്തുന്ന ആളുകളാണ് കേട്ടോ.
അതിന്റെ യോഗ്യത എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ MLT ആണ് യോഗ്യതയായിട്ട് പറയുന്നത്. MLS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് കേട്ടോ. അത് തന്നെയാണ് MT എന്ന് പറയുന്നത്, മെഡിക്കൽ ടെക്നോളജിസ്റ്റ് അഥവാ മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അത് കുറേയും കൂടെ എന്താണ്, കുറേയും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ലാബ് പരിശോധനകളൊക്കെ നടത്തുന്നത് MLS-കാരാണ് കേട്ടോ. അതിന്റെ യോഗ്യത ശരിക്കും ഡിഗ്രി തന്നെയാണ് അതിന് യോഗ്യത വേണ്ടത്. അപ്പോ പൊതുവെ MLT-കാര് MLS-ന്റെ സൂപ്പർവിഷനിലായിരിക്കും എന്ത് ചെയ്യുന്നതാവാ, ലാബിലെ പരിശോധനകളും മറ്റും ചെയ്യുന്നുണ്ടായിരിക്കാം. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS or MT. അതായത് നമ്മൾ ലാബിനകത്ത് പതിവ് പരിശോധനകൾ നടത്താം, അതോടൊപ്പം തന്നെ ഒരു MLS അല്ലെങ്കിൽ MT-യുടെ ഗൈഡൻസിൽ അവരുടെ നേതൃത്വത്തിൽ അവരുടെ സൂപ്പർവിഷനില് ക്വാളിറ്റി കൺട്രോൾ ഒക്കെ നടത്തുന്നത് ആരാണ്? MLT-കാരാണ് കേട്ടോ, മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാരാണ്. അടുത്തതാണ് ഫിലബോട്ടോമിസ്റ്റ്. പലതവണ ചോദിച്ചിട്ടുണ്ട് ഫിലബോട്ടോമിസ്റ്റ്. PBT എന്നാണ് അതിന്റെ നമ്മൾ ചുരുക്കി പറയാ കേട്ടോ, PBT കേട്ടോ. PBT-യുടെ എക്സ്പാൻഷൻ ചോദിച്ചാൽ പറയണം ഫിലബോട്ടോമിസ്റ്റ് എന്നാണ് കേട്ടോ. അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതാണ്, ഡിഗ്രി വിത്ത് വർക്ക് എക്സ്പീരിയൻസ്, ലാബിലൊരു എക്സ്പീരിയൻസ് അതിന് പറയുന്നുണ്ട്. ഓക്കെ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യൻസ് ഫോർ ദ ലാബ് ടെസ്റ്റ്. അതായത് ലാബ് പരിശോധനകൾക്കായിട്ട് പേഷ്യൻസിൽ നിന്നും ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഫിലബോട്ടോമിസ്റ്റിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഡിഗ്രിയും ആണ് പറയുന്നത് കേട്ടോ. വിത്ത് എക്സ്പീരിയൻസും കൂടെ വേണം. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ലാബ് പരിശോധനകൾക്കായിട്ട് പേഷ്യൻസിൽ നിന്നും ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത്, ശേഖരിക്കുന്നത് ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ്. അത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഫിലബോട്ടോമിസ്റ്റ് ആണ് കേട്ടോ. PBT എന്നാണ് നമ്മൾ ചുരുക്കി പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഹൈറാർക്കി ക്ലിയർ ആയോ? പഠിച്ചില്ലേ ഹൈറാർക്കി? അപ്പൊ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്? ലബോറട്ടറി ഡയറക്ടർ ആണ് അല്ലെ, ലാബ് ഡയറക്ടർ ആണ്. അദ്ദേഹം ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ പറയുന്നത്? ഒരു ലാബിനകത്തുള്ള എല്ലാ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ലബോറട്ടറി ഡയറക്ടർ ആണ് അല്ലെ. അതോടൊപ്പം തന്നെ രോഗികൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ, എക്സാക്ട് റിസൾട്ട് ഒക്കെ കൊടുക്കുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ലബോറട്ടറി ഡയറക്ടർ. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ എല്ലാവിധ ടെസ്റ്റ് റിസൾട്ടുകളും അവരുടെ ഡോക്ടേഴ്സുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ലബോറട്ടറി ഡയറക്ടറാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. ടെക്നിക്കൽ എന്ന ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കാം, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. എന്നുവെച്ചാൽ ഒരു ലാബിനകത്ത് ടെക്നിക്കൽ സയന്റിഫിക് ഫംഗ്ഷൻസുകൾക്കൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഒരു ലാബിനകത്ത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന്, ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ജനറൽ സൂപ്പർവൈസർ ആണ് കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചത് MLT ആണ്. MLT-യുടെ ഫുൾ ഫോം മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്നാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ യോഗ്യത എന്താ പറഞ്ഞത്? ഒന്നെങ്കിൽ അസോസിയേറ്റ് ഡിഗ്രി ഇൻ MLT അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ഇൻ MLT ആണ് പറയുന്നത്. എന്താണ് അവരുടെ ഫംഗ്ഷൻ റെസ്പോൺസിബിലിറ്റി? ഒരു ലാബിനകത്ത് പതിവ് പരിശോധനകൾ നടത്തുക, അതോടൊപ്പം തന്നെ ഒരു MLS-ന്റെ MT-യുടെ ഗൈഡൻസിൽ അവരുടെ സൂപ്പർവിഷനിൽ ക്വാളിറ്റി കൺട്രോൾ നടത്തുന്നത് മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാരാണ്. ലാസ്റ്റ് വന്നത് ഫിലബോട്ടോമിസ്റ്റ് ആണ്. അതിന് ഹൈസ്കൂൾ വിദ്യാഭ്യാസമാണ് പറയുന്നത്, ഡിഗ്രി ഉണ്ടെങ്കിൽ ആവാം, വിത്ത് വർക്ക് എക്സ്പീരിയൻസ് കേട്ടോ. അവരെന്താ ചെയ്യുന്നത്? ഗ്യാദേഴ്സ് ദ ബ്ലഡ് സാമ്പിൾ ഫ്രം ദ പേഷ്യൻസ് ഫോർ ലാബ് ടെസ്റ്റ്. ലാബ് പരിശോധനകൾക്കായിട്ട് പേഷ്യൻസിൽ നിന്നും ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് ഫിലബോട്ടോമിസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഹൈറാർക്കി നിങ്ങൾ പഠിച്ചോ? ഓക്കെ കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. അടുത്തെന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളാണ് അല്ലെ. അത് നമ്മുടെ ഒരു ലാബിനകത്ത് വേണ്ട സൗകര്യങ്ങളെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. അവിടെ വേറെ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല, ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി changes with the needs of the clinical research or service provided by the laboratory, but the basic needs should meet the regulatory and international standards. Okay, ഇൻഫ്രാസ്ട്രക്ചർ എന്ന വാക്കിന്റെ അർത്ഥം സൗകര്യങ്ങൾ എന്നാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ആ ഒരു ലാബിൽ നടത്തുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ലാബ് കൊടുക്കുന്ന സേവനങ്ങൾക്കനുസരിച്ച്
അതിന്റെ സൗകര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം ചെറിയ ലാബുകൾ തൊട്ട് വലിയ ലാബുകൾ വരെയുണ്ട് അല്ലെ. ചെറിയ ലാബുകളാവുമ്പോൾ അതിനനുസരിച്ചുള്ള റിസോഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അവർക്കൊരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഉണ്ടായിരിക്കും. അതേസമയം വലിയ വലിയ ലാബുകളൊക്കെ ഇപ്പൊ DDRC ഒക്കെ പോലെയുള്ള വലിയ വലിയ ലാബുകളൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് സർവീസുകൾ അവർ കൊടുക്കുന്നുണ്ടാവും. ഒരുപാട് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അതിനനുസരിച്ച് വലുതായിരിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഓരോ ലാബുകളും അവർ ചെയ്യുന്ന റിസർച്ച് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസുകൾക്ക് അനുസരിച്ച് കൊണ്ട് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിലും ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും എന്തിനനുസരിച്ചായിരിക്കും? ദാറ്റ് ഷുഡ് മീറ്റ് ദ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അത് കൃത്യമായിട്ടുള്ള ഇന്റർനാഷണൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ടായിരിക്കും ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കാം. അല്ലെ? ഒരു ലാബിന് പ്രവർത്തിക്കണമെങ്കിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സുകൾ മസ്റ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്തിരിക്കും. അതായത് അതിനനുസരിച്ചുകൊണ്ട് മാത്രമേ ഏത് ചെറിയ ലാബായിക്കോട്ടെ വലിയ ലാബുകൾക്കും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കേട്ടോ. അടുത്തൊരു പോയിന്റ് ആണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി ദാറ്റ് ഡയറക്ട്ലി അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ, എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി ഓഫ് ദ ലബോറട്ടറി വർക്കേഴ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു കേട്ടോ. എന്താണ് പറയുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി അല്ലെ, ഒരു ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അത് എന്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അത് അഫക്ട് ചെയ്യുന്നുണ്ട്? 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ അല്ലെ. അതായത് ശരിയാണ്, അവർ കൊടുക്കുന്ന ഡാറ്റയുടെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യും അല്ലെ. നല്ല സൗകര്യങ്ങളുണ്ട്, അത്യാവശ്യം നല്ല എക്യുപ്മെന്റുകളും ഫെസിലിറ്റികളും ഒക്കെ ഉള്ള ഒരു ലാബാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളും അതിനനുസരിച്ച് ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡാറ്റയായിരിക്കും, റിസൾട്ടുകളായിരിക്കും അവര് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിനെ അഫക്ട് ചെയ്യില്ലേ? എന്താണ് പറയുന്നത്? ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ കേട്ടോ. റിസർച്ച് ഡാറ്റയുടെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എഫിഷ്യൻസിയാണ്, കാര്യക്ഷമതയാണ്. എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ലാബിന്റെ പ്രവർത്തനങ്ങളിലുള്ള ആ ഒരു എഫിഷ്യൻസി വളരെ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടായിരിക്കും ആ ലാബ് സർവീസുകൾ പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ എഫിഷ്യൻസിനെ അത് എഫക്ട് ചെയ്യും. ഇപ്പൊ ഒട്ടും സൗകര്യം ഇല്ലാത്ത ഒരു ലാബാണ് ഇരിക്കുന്നത്, അവിടെ എന്തായിരിക്കും? ലാബ് റിസൾട്ടുകളാണെങ്കിലും ആളുകൾക്ക് എന്താ പറയാ വന്നിരിക്കാൻ എല്ലാത്തിലും അവിടെ സൗകര്യങ്ങൾ കുറവായിരിക്കും. അപ്പൊ എഫിഷ്യൻസി അവിടെ കുറവായിരിക്കും. പക്ഷെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ എന്തിനെ എഫക്ട് ചെയ്യുന്നത്? എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ലബോറട്ടറി അല്ലെ ആ ജീവനക്കാരുടെ സുരക്ഷിതത്വത്തിനെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒട്ടും സൗകര്യങ്ങളില്ലാത്ത ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ എപ്പോഴും എന്തായിരിക്കും? അവരത്ര സുരക്ഷിതരായിരിക്കില്ല അല്ലെ. അതേസമയം അത്യാവശ്യം നല്ല ഫെസിലിറ്റികളും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ലാബുകളിൽ അവിടുത്തെ ജീവനക്കാർ എപ്പോഴും എന്തായിരിക്കും? അവർ വളരെയധികം സേഫ് ആയിരിക്കും അല്ലെ, സുരക്ഷിതമായിരിക്കും. അപ്പൊ അത് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഒരു ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ, അവർ കൊടുക്കുന്ന റിസൾട്ടിന്റെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യുന്നു. അതുപോലെ എഫിഷ്യൻസി അല്ലെ, ആ ലാബിന്റെ പ്രവർത്തനത്തിലുള്ള എഫിഷ്യൻസിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ് അല്ലെ, ലബോറട്ടറി ജീവനക്കാരുടെ സുരക്ഷിതത്വത്തിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അത് നോക്കാം. The management of the laboratory is responsible for providing sufficient resources to the staff to guarantee the efficient working of the laboratory. എന്താണ് പറയുന്നത്? ഒരു ലാബിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് മതിയായിട്ടുള്ള വിഭവങ്ങൾ അവരുടെ ജീവനക്കാർക്ക് നൽകാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ലബോറട്ടറി മാനേജ്മെന്റിനാണ് അല്ലെ. ആ മാനേജ്മെന്റ് ആണ് ആ ഒരു ലാബിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ റിസോഴ്സുകൾ വേണോ അതൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ലബോറട്ടറി മാനേജ്മെന്റിനാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ വേറെ കാര്യമായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതൊരു ലാബ് കൊടുക്കുന്ന സേവനങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് അങ്ങനെ നമുക്ക് പറയാനില്ലാണ്ട് എല്ലാ ലാബുകൾക്കും ഒരേ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കില്ല കേട്ടോ. അപ്പൊ അവര് കൊടുക്കുന്ന സേവനങ്ങൾ അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ മനസ്സിലാക്കുക, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് ആ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റനെ എഫക്ട് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, സേഫ്റ്റി ഓഫ് ദ ലബോറട്ടറി വർക്കേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലാബിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് മതിയായ റിസോഴ്സുകൾ അവിടുത്തെ ജീവനക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ ലബോറട്ടറി മാനേജ്മെന്റിനാണ് ഉള്ളത്. ഇത്രയാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ ഇൻഫ്രാസ്ട്രക്ചർ.
ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നൊക്കെ പറയുന്നത് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവണില്ലെങ്കിൽ മെസ്സേജ് ഇടണം കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. എന്താണ് ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്? അതായത് അവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിനെ തുടർന്ന് പഠിക്കുന്നതാണ് കേട്ടോ. ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. നല്ല ലബോറട്ടറി താഴെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും എന്ന് പറഞ്ഞാല് ഒരു നല്ല ലബോറട്ടറിക്ക് ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങള് അല്ലെങ്കിൽ ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ആദ്യത്തെ നോക്കുക, സൈനേജ് ആണ് പറയുന്നത്. എന്താണ് സൈനേജ് കേട്ടോ? സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അല്ലെ? ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. അതായത് കൃത്യമായിട്ടുള്ള സൈനേജ് ബോർഡുകള് എവിടെ പ്രദർശിപ്പിച്ചിരിക്കണം? ലാബിനകത്തും പുറത്തും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എക്സിബിറ്റ് ചെയ്തിരിക്കണം അല്ലെ? നമുക്കറിയാലോ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ലാബിന് പുറത്ത് കൃത്യമായിട്ടുള്ള സൈനേജ് ബോർഡുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അകത്ത് മാത്രമല്ല പുറത്ത് മാത്രമല്ല അകത്തും ഉണ്ടായിരിക്കും. നോക്കാം, ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ആ സൈനേജ് ബോർഡിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഉൾപ്പെടുത്തേണ്ടത്? നെയിം വേണം അല്ലെ, പേരുണ്ടായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെ, ആ ഒരു ലബോറട്ടറി രജിസ്റ്റർ ചെയ്ത ഒരു നമ്പർ ഉണ്ടായിരിക്കും, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ സർവീസസ് ഓഫേർഡ്, എന്തൊക്കെ സേവനങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ആ ഒരു സൈനേജ് ബോർഡിനകത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആളുകൾക്ക് അത് വായിച്ച് എന്തൊക്കെ സേവനങ്ങൾ, അവിടെ എന്തൊക്കെ ടെസ്റ്റുകൾ ഉണ്ട്, അതൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് ആൻഡ് കോൺടാക്ട് നമ്പർ അല്ലെ, പ്രവൃത്തി സമയം, അതുപോലെ ലാബിന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. പിന്നെന്താണ് ഫീസ് ഫോർ ദ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്, അതായത് ഓരോ ടെസ്റ്റുകൾക്ക് ഓരോ സേവനങ്ങൾക്കും അവർ ഈടാക്കുന്ന ഫീസുകളും കൃത്യമായിട്ട് ആ ഒരു സൈനേജ് ബോർഡിനകത്ത് എക്സിബിറ്റ് ചെയ്തിരിക്കണം. നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ, കണ്ടിട്ടില്ലേ? ലാബിന്റെ പുറത്ത് വലിയൊരു ബോർഡ് ഉണ്ടാവും, അതിനകത്ത് കൃത്യമായിട്ട് ആ ലാബിന്റെ പേര്, എന്തൊക്കെ ടെസ്റ്റുകൾ അവിടെ ചെയ്യുന്നുണ്ട്, ഓരോ ടെസ്റ്റുകളുടെ നേരെ അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ അത് എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ ലാബിന്റെ പ്രവൃത്തി സമയം എത്രയാണ്, നമുക്ക് ലാബിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, എല്ലാ കാര്യങ്ങളും ആ ഒരു സൈനേജ് ബോർഡിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇത്, സൈനേജ് ബോർഡ്. സൈനേജ് എന്താണ് പറയുന്നത്? കൃത്യമായിട്ടുള്ള സൈനേജ് ബോർഡിൽ ലാബിനകത്തും പുറത്തും പ്രദർശിപ്പിച്ചിരിക്കണം. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ലാബിന്റെ പേര്, രജിസ്റ്റർ നമ്പർ, എന്തൊക്കെ സേവനങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത്, പ്രവൃത്തി സമയം, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, പിന്നെ ഓരോ സേവനങ്ങൾക്കും ഓരോ ടെസ്റ്റുകൾക്ക് അവർ ഈടാക്കുന്ന ഫീസ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സൈനേജ് ബോർഡുകൾ ലാബിനകത്തും നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? പ്രദർശിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരു നല്ല ലാബിന് ഈ പറയുന്ന സൈനേജ് ബോർഡുകൾ ഉണ്ടാകും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. അതായത് യൂസ് സേഫ്റ്റി സൈനേജ് ആസ് അപ്ലിക്കബിൾ കേട്ടോ. അതായത് അത്യാവശ്യം വേണ്ട ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഒരു ലാബിനകത്ത് പാലിച്ചിരിക്കണം കേട്ടോ. അത്യാവശ്യം വേണ്ട ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം? ലാബിനകത്ത് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാല് യൂസ് സേഫ്റ്റി സൈനേജ് ആസ് അപ്ലിക്കബിൾ, ആവശ്യമുള്ള സ്ഥലത്ത് കൃത്യമായിട്ടുള്ള സേഫ്റ്റി സൈനേജുകൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് ഒരുപാട് സേഫ്റ്റി സൈനേജുകൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറെ സൈനേജുകൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണ്? സേഫ്റ്റി സൈനേജുകളാണ്. എന്തിനാണ് ഇങ്ങനത്തെ സൈനേജുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഇത്തരം സൈനേജ് കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുക അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ പറയുന്നത് കേട്ടോ. കൃത്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് സേഫ്റ്റി സൈനേജുകൾ, അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലത്ത് സേഫ്റ്റി സൈനേജുകൾ പ്രദർശിപ്പിച്ചിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? എമർജൻസി പ്ലാൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്. എമർജൻസി പ്ലാൻസ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡൻസ് എക്സെട്ര അല്ലെ. അതായത് പെട്ടെന്ന് ഒരു എമർജൻസി പ്ലാനുകള്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകള് മുൻകൂട്ടി തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം, ഒരു ലാബിനകത്ത് ആസൂത്രണം ചെയ്തിരിക്കണം അല്ലെ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഒരു ലാബാണ്, ലാബിന് മാത്രമല്ല എന്തെങ്കിലും അപകടങ്ങൾ വന്നേക്കും, വല്ല പെട്ടെന്ന് ഒരു തീപിടുത്തം വരാം, അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് എന്ന് പറയുന്നത് ഇപ്പൊ വാതക ചോർച്ചകള്, രാസവാതക ചോർച്ചകള്, എന്തെങ്കിലും തരത്തിലുള്ള ലാബ് ആക്സിഡന്റ്, അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവാക്വേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എമർജൻസി പ്ലാനുകളും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകളും എവിടെ ഉണ്ടായിരിക്കണം? ഒരു നല്ല ലാബില് ഉണ്ടായിരിക്കണം
അല്ലെ, അല്ലാണ്ട് അപകടം വരുമ്പോ ആ സമയത്ത് കിടന്ന് ബുദ്ധിമുട്ടല്ല ചെയ്യുന്നത്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള എമർജൻസി പ്ലാനുകൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകൾ ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ് കോൺസ്റ്റന്റ് പവർ സപ്ലൈ, അല്ലെ, സ്ഥിരമായിട്ടുള്ള വൈദ്യുത വിതരണം ഒരു ലാബില് ഉണ്ടായിരിക്കും. അറിയാലോ, ഒരു ലാബിൽ നമുക്ക് ഒരുപാട് പരിശോധനകളും ഒത്തിരി എക്യുപ്മെന്റുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്, അല്ലെ. അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുത വിതരണം അവിടെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും, അല്ലെ, കോൺസ്റ്റന്റ് പവർ സപ്ലൈ. പിന്നെ എന്താ പറയുന്നത്, വെന്റിലേഷൻ, എൻവിയോൺമെന്റ് കൺട്രോൾ ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കേട്ടോ. വെന്റിലേഷൻ, എൻവിയോൺമെന്റ് കൺട്രോൾ, അത്യാവശ്യത്തിന് വായു പ്രവാഹമുള്ള ഒരു സ്ഥലമായിരിക്കണം, അല്ലെ, അത്യാവശ്യത്തിന് വായു പ്രവാഹം ഉണ്ടായിരിക്കണം. എൻവിയോൺമെന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി, അല്ലെ, അതായത് ഈ പറയുന്ന ലാബ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ ഏകദേശം ബാലൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു എൻവിയോൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകളൊക്കെ ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. കാരണം അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസും സെഗ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകൾ ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. എന്താണ് റെഫറൽ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റെഫറൽ സെന്റർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്ന ലാബിൽ തന്നെ ആവണമെന്നില്ല പരിശോധന നടത്തുന്നത്. ചിലപ്പോൾ ലാബ് സ്പെസിമെൻ കളക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ, ടെസ്റ്റിങ്ങും മറ്റും നടക്കുന്നത് മറ്റേതെങ്കിലും ലാബുകളായിരിക്കും. അവരെയാണ് നമ്മൾ റെഫറൽ സെന്റർ എന്ന് പറയുന്നത്. വെച്ചാൽ ദ ലാബ് സജസ്റ്റ് അനദർ ലാബ് ഫോർ ടെസ്റ്റിംഗ് കേട്ടോ. അതായത് ഒരു ലാബ് മറ്റൊരു ലാബിലേക്ക് ടെസ്റ്റിങ്ങിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ലാബിലേക്ക് സ്പെസിമെൻ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ആയിരിക്കില്ല അതിന്റെ ടെസ്റ്റിങ്ങും മറ്റും നടത്തുന്നത് വേറെ ഏതെങ്കിലും ലാബിലായിരിക്കും. അതാണ് റെഫറൽ സെന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ലാബുകളിലൊക്കെ നമ്മൾ ഈ തൈറോയിഡ് പോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവര് സാമ്പിൾ കളക്ട് ചെയ്യും. സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അവർ ചിലപ്പോൾ നമ്മളോട് പറയും 3-4 ദിവസം പിടിക്കും റിസൾട്ട് വരാമെന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ആയിരിക്കില്ല അവര് ടെസ്റ്റ് നടത്തുന്നുണ്ട്. സാമ്പിൾ അവിടെ കളക്ട് ചെയ്യും, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് മറ്റേതെങ്കിലും ലാബിലായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ലാബാണ് റെഫറൽ സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇതിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. അത്തരം റെഫറൽ സെന്റേഴ്സുമായിട്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, അല്ലെ. നമ്മളിപ്പോ ഇവിടുന്ന് സ്പെസിമെൻ കളക്ട് ചെയ്തു, ടെസ്റ്റിംഗ് മറ്റും നടക്കുന്ന വേറൊരു റെഫറൽ സെന്ററിലാണ്, മറ്റൊരു ലാബിലാണ്. അപ്പൊ ആ ലാബുമായിട്ട് എപ്പോഴും എന്തുണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെ. ആ കാര്യം അവിടെ നിന്ന് ടെസ്റ്റ് വന്ന് റിസൾട്ട് വരുമ്പോൾ ഈ ലെവലിൽ നിന്നാണ് റിസൾട്ട് മറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് റെഫറൽ സെന്ററുമായിട്ട് എന്തിനാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓഫ് സാമ്പിൾസ് ടു ദ റെഫറൽ സെന്റേഴ്സ്. അതോടൊപ്പം റെഫറൽ സെന്റേഴ്സിലേക്ക് ഈ പറയുന്ന സ്പെസിമെൻസുകളെ സാമ്പിൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള, അല്ലെ, അവിടേക്ക് എത്തിക്കുന്നതിനുള്ള ഫെസിലിറ്റികളും ഉണ്ടായിരിക്കും, അല്ലെ. മനസ്സിലായല്ലോ, അതാണ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻസ് ഓഫ് സാമ്പിൾസ് ടു ദ റെഫറൽ സെന്റേഴ്സ്. റെഫറൽ സെന്ററുകളിലേക്ക് സ്പെസിമെൻസ് എത്തിക്കുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത നോക്കിയേ, ലാബ് ഏരിയാസ് that contain carcinogens, radioisotopes, biohazards and lasers should be correctly marked with the proper body signs. ഇതാണ് പറയുന്നത്. ഇപ്പൊ കാർസിനോജൻ, എന്താണ് കാർസിനോജൻ അറിഞ്ഞിരിക്കണം കേട്ടോ. കാർസിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, മെറ്റീരിയൽസ് ദാറ്റ് കോസിങ് ക്യാൻസർ ആണ് കേട്ടോ. കാർസിനോജൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, ദ മെറ്റീരിയൽസ് ദാറ്റ് കോസിങ് ദ ക്യാൻസർ, ക്യാൻസറിന് കാരണമാകുന്ന മെറ്റീരിയലുകളെയാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത് കേട്ടോ. മറന്നു പോകരുത് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. എന്താണ് കാർസിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ മെറ്റീരിയൽസ് ദാറ്റ് കോസിങ് ക്യാൻസർ, ക്യാൻസറിന് കാരണമാകുന്ന മെറ്റീരിയലുകളെയാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാർസിനോജനുകള്, റേഡിയോ ഐസോട്ടോപ്സുകള്, ബയോഹസാർഡ്സ്. ബയോഹസാർഡ്സ് എന്ന് പറഞ്ഞ എന്താണ്, ഈ പറയുന്ന ഡിസീസ്, നമുക്ക് അസുഖങ്ങൾ വരുത്തുന്ന എന്താണ് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് കേട്ടോ. അത്തരത്തിലുള്ള സ്പെസിമെൻസിനെയാണ് നമ്മൾ ബയോ ഹസാർഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ലാബിനകത്ത് പരിശോധനയ്ക്ക് കൊണ്ടുവരുന്നതെല്ലാം ഇൻഫെക്റ്റഡ് ആയിരിക്കും, അല്ലെ. അതിപ്പോ ഒരു എന്ത് സ്പെസിമെൻസ് ആണ് അത് ഇൻഫെക്റ്റഡ് ആയിരിക്കും, അല്ലെ. അങ്ങനെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസിനെയാണ് നമ്മൾ ബയോ ഹസാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ബയോ ഹസാർഡുകള്, ലേസർ, ലേസർ വെച്ചൊരു തീവ്ര പ്രകാശം എന്നുള്ള അർത്ഥമാണ്. എന്തായാലും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളതാണ്.
അപ്പൊ അത്തരത്തിലുള്ള ഏരിയകള്, അത്തരത്തില് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ലാബ് ഏരിയകള് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാർണിംഗ് സൈൻസ്, കൃത്യമായിട്ട് മുന്നറിയിപ്പ് സൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ കാർസിനോജനുകള്, റേഡിയോ ഐസോട്ടോപ്പുകള്, ബയോ ഹസാർഡുകള്, ലേസറുകള്, അങ്ങനെയുള്ള ലാബ് ഏരിയകള് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് സൈനുകൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രിക്കോഷനോട് കൂടിയിട്ട് അതിനകത്ത് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, ടു ഇഷ്യൂ cross contamination, the basic infrastructure facilities should have separated designated areas for reception, for specimen collection, for waiting, work area, disposal area, cleaning of glasswares, toilet facilities for staff and for the patients. എന്താണ് പറയുന്നത്? ടു ഇഷ്യൂ. ഇഷ്യൂ എന്ന വാക്കിന്റെ അർത്ഥം ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. അവർ നമ്മൾ എഴുതി വെച്ചോളൂ കേട്ടോ. ഇഷ്യൂ എന്നാണ് വായിക്കുക. ഇഷ്യൂ ഇഷ്യൂ മീൻസ് ഒഴിവാക്കുക കേട്ടോ, ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യാന്നുള്ള അർത്ഥമാണ്. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അണുവ്യാപനം എന്നാണ് കേട്ടോ. എന്താണ്? അണുവ്യാപനം. കേട്ടോ, ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവ്യാപനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കുക, ടു ഇഷ്യൂ ദ ക്രോസ് കണ്ടാമിനേഷൻ, നമ്മൾ ഈ ഒരു ലാബിനകത്തുള്ള ആ ഒരു അണുവ്യാപനം ഒഴിവാക്കുന്നതിനായിട്ട്, കാര്യം നമുക്കറിയാം ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ ലാബ് ടെസ്റ്റിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്താണ്, കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് ഏറ്റവും കൂടിയ ഒരു സ്ഥലമാണ് അല്ലെ ലാബോറട്ടറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അണുവ്യാപനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളെല്ലാം തന്നെ ഡെസിഗ്നേറ്റഡ് ഏരിയാസ് എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് ഏരിയകൾ തന്നെ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. That the basic infrastructure facilities should have separated designated areas for reception ആണെങ്കിൽ, ആളുകൾക്ക് വന്നിരിക്കുന്ന റിസപ്ഷൻ ആണെങ്കിൽ അതിന് പ്രത്യേക ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ടായിരിക്കണം. സ്പെസിമെൻ കളക്ഷൻ ആയിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ വെയിറ്റിംഗ് ഏരിയ അല്ലെ, അപ്പൊ ആളുകൾ റിസൾട്ട് കാത്തിരിക്കുന്ന ആളുകൾക്കായിട്ട് അവർക്ക് ഇരിക്കാനായിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ. അതുപോലെ വർക്ക് ഏരിയ അല്ലെ, ലാബിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു വർക്ക് ഏരിയ. അതുപോലെ ഡിസ്പോസൽ ഏരിയ അല്ലെ, വേസ്റ്റ് വരുന്ന മെറ്റീരിയൽസുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് അതിന് വേറെ സെപ്പറേറ്റ് ഏരിയ. അതുപോലെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർസ് അല്ലെ, ഈ പറയുന്ന ഗ്ലാസ് യൂട്ടൻസിൽസ് ഇങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേക ഏരിയ. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഫോർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ്, പേഷ്യൻസിനും സ്റ്റാഫുകൾക്കുമായിട്ട് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ ഉണ്ടായിരിക്കും. അന്ന് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. അതേസമയം എല്ലാത്തിനും ഓരോ ഡെസിഗ്നേറ്റഡ് ഏരിയ കൊടുക്കുകയാണെങ്കിൽ അത് കുറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അവിടെ കണ്ടാമിനേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കൂ, സ്പെസിമെൻ ഓർ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ് വേറെവർ അപ്ലിക്കബിൾ. അതായത് നമ്മുടെ ഒരു ലാബിനകത്ത് സ്പെസിമെനുകൾ, സാമ്പിളുകൾ, അതും ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ്, കോൾഡ് സ്റ്റോറേജ് വരെ ഏതിനകത്ത് ഉണ്ടായിരിക്കണം? ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ചില സ്പെസിമെൻ നമ്മൾ കളക്ട് ചെയ്ത അന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുന്നില്ല, ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള സാമ്പിളുകൾ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ആയിട്ടായിരിക്കും സൂക്ഷിക്കാം. അപ്പൊ സാധാരണ രീതിയിലുള്ള സ്പെസിമെൻസ് സ്റ്റോർ ചെയ്യുന്നതിലും അതുപോലെ വിത്ത് ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ് ഏരിയ എവിടെ ഉണ്ടായിരിക്കണം? ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് എന്താണ്? ഓൺലി ഓതറൈസ്ഡ് പേഴ്സണൽ ഷുഡ് ഹാവ് ആക്സസ് ടു എക്സാമിനേഷൻ ഏരിയ, റെക്കോർഡ് കീപ്പിംഗ് ഏരിയ. ഈ പറയുന്ന ലാബിന്റെ എക്സാമിനേഷൻ ഏരിയയിലോട്ട് അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലോട്ട് അധികാരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും കയറി ചെല്ലാനായിട്ട് സാധിക്കില്ല. എക്സാമിനേഷൻ ഏരിയയിലായാലും റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലായാലും ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ഓക്കെ, ഇത്രയുമാണ് ഒരു നല്ല ലാബിൽ ഉണ്ടായിരിക്കേണ്ട ഫെസിലിറ്റികൾ. മനസ്സിലായോ? എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? അതായത് ലാബിനകത്തും പുറത്തും കൃത്യമായിട്ടുള്ള സൈനേജ് ബോർഡുകൾ പ്രദർശിപ്പിച്ചിരിക്കണം. ഈ സൈനേജ് ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? ലാബിന്റെ പേര്, രജിസ്റ്റർ നമ്പർ, എന്തൊക്കെ സർവീസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്, ഓരോ സേവനങ്ങൾക്കും ടെസ്റ്റുകൾക്ക് ഈടാക്കുന്ന പൈസ അല്ലെ, അവർക്ക് ഈടാക്കുന്ന ഫീസ് എത്രയാണ്, ലാബിന്റെ പ്രവൃത്തി സമയം, ലാബിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്നിവ ഉൾപ്പെടുന്ന ഒരു സൈനേജ് ബോർഡുകൾ ലാബിന് പുറമെ അകത്തും പുറത്തും പ്രദർശിപ്പിച്ചിരിക്കണം. അതുപോലെ അത്യാവശ്യം വേണ്ട ആരോഗ്യ സുരക്ഷാ നിയന്ത്രണം, അതായത് സേഫ്റ്റി സൈനേജുകളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ എമർജൻസി പ്ലാനുകളും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകളും ഉണ്ടായിരിക്കണം. സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുത വിതരണം ഉണ്ടായിരിക്കണം. അത്യാവശ്യത്തിന് വായു പ്രവാഹം ഉണ്ടായിരിക്കണം.
അതുപോലെ അത്യാവശ്യം ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ടെമ്പറേച്ചർ ഒരു എൻവയോൺമെന്റ് കൺട്രോൾ ഉണ്ടായിരിക്കണം. പിന്നെ അത്യാവശ്യം വേണ്ട ലൈറ്റിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ റെഫറൽ സെന്ററുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റികളും അവിടേക്ക് റെഫറൽ സെന്ററുകളിലോട്ട് സ്പെസിമെൻസുകളെ എത്തിക്കാൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. അതുപോലെ കാർസിനോജൻ, റേഡിയോ ഐസോട്ടോപ്പ്, ബയോ ഹസാർഡുകൾ പോലെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്ന ലാബ് ഏരിയകള് കൃത്യമായിട്ടുള്ള വാർണിംഗ് സൈനുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്തിരിക്കണം, മാർക്ക് ചെയ്തിരിക്കണം. അതുപോലെ ലാബിനകത്ത് അണുവ്യാപനം ഒഴിവാക്കുന്നതിനായിട്ട് ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം ഡെസിഗ്നേറ്റഡ് ഏരിയകൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലെ. പിന്നെ എന്താണ്, സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്നതിനും ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലാബിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ലാബിന്റെ എക്സാമിനേഷൻ ഏരിയയിലോട്ടും റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലോട്ടും ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രവേശിക്കാനായിട്ട് അനുവാദം ഉണ്ടാവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല ലാബിന് വേണ്ട ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഒന്ന് വായിക്കാമോ നിങ്ങള്? ഒരു 1 മിനിറ്റ് 2 മിനിറ്റ്സ് ഒന്ന് എടുത്ത് ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും മനസ്സിലാവായി എന്ന് നോക്കുക കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വായിക്കേ. കാർസിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ മെറ്റീരിയൽസ് ദാറ്റ് കോസിങ് ക്യാൻസർ കേട്ടോ, ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കൾ, അതിനെയാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളുണ്ട്, അതിനെയാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കിയോ? മനസ്സിലായില്ലേ? എല്ലാ പോയിന്റുകളിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ആണ് കേട്ടോ. ഇനി നമ്മള് വേറൊരു ക്ലാസിഫിക്കേഷനും കൂടെ പഠിക്കാൻ പോവാണ്. തുടക്കം തന്നെ നമ്മളൊരു ഡിവിഷൻ കണ്ടിരുന്നു അല്ലെ. അത് അവർ ഒരു ലാബ് കൊടുക്കുന്ന സേവനങ്ങൾ അവരുടെ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 5ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ. ഫംഗ്ഷണൽ ഡിവിഷൻസ് അല്ലെ, 5ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി വേറൊരു ഡിവിഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കുക, മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL are divided into 4 as below, irrespective of the place they are operating and are equally applicable to both the public and the private sector. അതായത് അതിന് മുമ്പ് ആദ്യം എന്താണ് NABL എന്ന് നിങ്ങൾ പഠിക്കണം. NABL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫുൾ ഫോം എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഫുൾ ഫോം എന്ന് എഴുതിയിരിക്കുക കേട്ടോ. NABLന്റെ ഫുൾ ഫോം ഇതാണ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്. എഴുതിയെടുക്കാം കേട്ടോ. നാഷണൽ NATIONA, National Accreditation, ACC, RE, TI, TA, TION, Accreditation Board, BOARD, Board for Testing and Testing, TESTING, Testing and Calibration, CALLI BRATION, Calibration Laboratories. Calibration Laboratories. Okay, LABORATORIES. കിട്ടിയോ നിങ്ങൾക്ക്? ഇതിന്റെ ഫുൾ ഫോം എഴുതിയെടുത്തോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. NABL കേട്ടോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. NABLന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്
for testing and calibration laboratories. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ എന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ വിത്തിൻ ഇന്ത്യ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ NABL എന്ന് പറയുന്നത് കേട്ടോ. NABL എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയില് ലബോറട്ടറികൾക്ക് ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ലാബുകൾക്ക്, ക്ലിനിക്കൽ മെഡിക്കൽ ലബോറട്ടറികൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്ന ഒരു ബോഡിയാണ് NABL എന്ന് പറയുന്നത്. അപ്പോ NABL ഈ പറയുന്ന ലബോറട്ടറികള് മെയിൻ ആയിട്ട് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വേറൊരു ഡിവിഷനാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബേസിലാണ് NABL ഈ പറയുന്ന ലബോറട്ടറികളെ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈക്വലി അപ്ലിക്കബിൾ ടു ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ കേട്ടോ. പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഒരുപോലെ ബാധകമായിട്ടുള്ള ഡിവിഷനാണ്. അല്ലാണ്ട് പബ്ലിക് ദാറ്റ് മീൻസ് ഗവൺമെന്റ് ലാബുകൾക്ക് മാത്രം ഒരു ഡിവിഷൻ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേമിലെ ലാബുകൾക്ക് വേറെ ഡിവിഷൻ, അങ്ങനെയില്ല. രണ്ട് കൂട്ടർക്കും പബ്ലിക്കും പ്രൈവറ്റ് സെക്ടറിനും ഒരുപോലെ തന്നെയാണ് NABL 4 ആയിട്ടാണ് അവിടെ ലാബുകൾ ഡിവൈഡ് ചെയ്തത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ് 4 ഒന്നാമത്തത് സ്മോൾ സൈസ്, രണ്ടാമത്തത് മീഡിയം സൈസ്, മൂന്നാമത്തത് ലാർജ് സൈസ്, നാലാമത്തത് വെരി ലാർജ് സൈസ്. ഇതൊക്കെയാണ് 4 ഡിവിഷൻസ്. സ്മോൾ സൈസില്, മീഡിയം സൈസില്, ലാർജ് സൈസില്, വെരി ലാർജ് സൈസ്. 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇനി എന്തിന്റെ ബേസിലാണ് നമുക്ക് പഠിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്മോൾ സൈസസ് നോക്കാം. എ ലബോറട്ടറി that receives samples of up to 100 patients or participants per day. Underline ചെയ്ത് വെക്കാം കേട്ടോ. സ്മോൾ സൈസ് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലബോറട്ടറി that receives the samples of up to 100 patients or participants per day. Per day കണക്കാണ് കേട്ടോ, അതല്ല per weekോ per monthോ അല്ല. പ്രതിദിനം 100 പേഷ്യൻസ് അല്ലെങ്കിൽ 100 പാർട്ടിസിപ്പൻസിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബിനെയാണ് സ്മോൾ സൈസ് എന്ന് പറയുന്നത് അല്ലെ. എത്ര എണ്ണം നോക്കാം കേട്ടോ. 100 സാമ്പിളുകൾ അല്ലെങ്കിൽ 100 രോഗികളിൽ നിന്നും 100 പാർട്ടിസിപ്പൻസിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് സ്മോൾ സൈസ് ലാബ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തത് മീഡിയം സൈസിലാണ്. മീഡിയം സൈസിൽ എന്ന് പറയുമ്പോൾ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് സാമ്പിൾസ് ഓഫ് അപ് ടു 101 to 400. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 101 to 400 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. അതായത് പ്രതിദിനം 101 മുതൽ 400 വരെ പേഷ്യൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് മീഡിയം സൈസ് ലബോറട്ടറീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 101 തൊട്ട് 400 വരെ കേട്ടോ. അടുത്തത് ലാർജ് സൈസ് എന്ന് പറയുന്നത് എന്താണ്? എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് സാമ്പിൾസ് ഓഫ് മോർ ദാൻ 401 to 1000. ഓക്കെ, പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. പ്രതിദിനം 401 മുതൽ 1000 പേഷ്യൻസ് അല്ലെങ്കിൽ 1000 പാർട്ടിസിപ്പൻസ് എന്ന സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് നമ്മൾ ലാർജ് സൈസ് ലാബുകൾ എന്ന് പറയുന്നത്. എത്രയാണ്? 401 മുതൽ 1000 വരെ കേട്ടോ. 1000 ആണ് റേഞ്ച് പറയുന്നത്. വെരി ലാർജ് സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് മോർ ദാൻ 1000 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. അല്ലെ, പ്രതിദിനം 1000-ന് മുകളില് പേഷ്യൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൽ നിന്നും സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് വെരി ലാർജ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാമ്പിളുകളുടെ എണ്ണം വെച്ചിട്ടായിരിക്കും ചോദിക്കാം. പിന്നെ ഓർക്കുക, പെർ ഡേ കണക്കാണ് അവിടെ പറയുന്നത്, പ്രതിദിന കണക്കാണ്. അല്ലാണ്ട് ഒരു ആഴ്ച കണക്കോ പെർ വീക്കോ പെർ മന്തോ അല്ല. പ്രതിദിനം 100 വരെയുള്ള സാമ്പിളുകൾ, 100 സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് സ്മോൾ സൈസിലാണ്. ഇനി 101 മുതൽ 400 വരെ പേഷ്യൻസിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് അത് മീഡിയം സൈസിലാണ്. പ്രതിദിനം 401 മുതൽ 1000 സാമ്പിൾസുകൾ വരെ കളക്ട് ചെയ്യുന്നത് ലാർജ് സൈസിലും, പ്രതിദിനം 1000 സാമ്പിളുകൾക്ക് കൂടുതൽ, 1000-നേക്കാളും കൂടുതൽ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെ വെരി ലാർജ് സൈസ് എന്ന് പറയും. ഓക്കെ, അതാണ് NABLന്റെ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. ഇനി വേറൊരു ഡിവിഷൻ ഉണ്ട്, അത് ഇതിനകത്ത് വരുന്നതല്ല കേട്ടോ. 4 ഡിവിഷൻസേ വരുന്നുള്ളൂ. അതാണ് ഈ പറഞ്ഞത് നമ്മൾ ഈ പഠിച്ച ഡിവിഷൻ. ഞാൻ വേറൊരു പോയിന്റ് ആയിട്ട് പറയുന്നതാണിത്, ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കാം. മൾട്ടിപ്പിൾ ലൊക്കേഷൻ. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മോർ ദാൻ 1 ആണ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ. എന്താണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാല്? എ ലബോറട്ടറി ഹാവിംഗ് മോർ ദാൻ 1 ലൊക്കേഷൻ ഇൻ ദ സെയിം ഡിസ്ട്രിക്ട് വിത്ത് ദ സെയിം ലീഗൽ ഐഡന്റിറ്റി. അതാണ് പറയുന്നത് എ ലബോറട്ടറി ഹാവിംഗ് more than 1 location in the same district with the same legal identity.
അതായത് ഒരേ ലീഗൽ ഐഡന്റിറ്റിയിൽ ഒരേ ജില്ലയിൽ തന്നെ ഒന്നിലധികം ലൊക്കേഷനുകളിൽ ഉള്ള ലാബുകളെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ DDRCയുടെ ലാബുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? DDRCയുടെ ലാബുകൾ ഒരു ജില്ലയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ലാബുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ബ്രാഞ്ച് പോലെയാണ് കേട്ടോ. അതുപോലെ നീതി ലാബുകളൊക്കെ ഇല്ലേ? നീതി ലാബുകള് അതൊക്കെ ഒരേ ഐഡന്റിറ്റിയിൽ ഒരേ ജില്ലയിൽ തന്നെ പല പല സ്ഥലങ്ങളിൽ പല പല ലൊക്കേഷൻസിലുള്ള ലാബുകളാണ് അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ഒരേ ഐഡന്റിറ്റിയിൽ ഒരേ ജില്ലയിൽ തന്നെ വ്യത്യസ്ത ലൊക്കേഷനുകളിലുള്ള ലാബുകളെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലാബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ മനസ്സിലായോ? ഓക്കെ, എളുപ്പമല്ലേ? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആ എണ്ണം വെച്ചിട്ടാണ് അവര് ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എക്യുപ്മെന്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരു ലാബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. കുറെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ കാണാത്ത ഒത്തിരിയേറെ എക്യുപ്മെന്റ്സുകൾ ഒരു ലാബിനകത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? Each laboratory should arrange a list of equipment needed for the functioning of the laboratory depending on the kind of test performed. അതായത് ഓരോ ലാബുകളും അവര് ചെയ്യുന്ന ടെസ്റ്റുകളെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ എക്യുപ്മെന്റുകൾ വേണം എന്നതിനെ പറ്റിയുള്ള ലിസ്റ്റ് ഓരോ ലാബുകളും മുൻകൂട്ടി തന്നെ തയ്യാറാക്കി വെച്ചിരിക്കും അല്ലെ. അത് ആ ലാബിനാണ് അറിയാൻ പറ്റും. ചെറിയ ലാബുകൾ ഉണ്ടായിരിക്കും, വലിയ ലാബുകൾ ഉണ്ടായിരിക്കും, പോളിക്ലിനിക് ലാബുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ലാബുകളും അന്ന് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ അവിടെ ആവശ്യമായിട്ട് വരും എന്നതിന്റെ ഒരു ലിസ്റ്റ് അവര് നേരത്തെ തന്നെ എന്ത് ചെയ്തിരിക്കണം? അറേഞ്ച് ചെയ്തിരിക്കണം അല്ലെ, തയ്യാറാക്കി വെച്ചിരിക്കണം. Equipment consists of hardware and software of instruments, measuring systems and laboratory information systems. അപ്പൊ നമ്മള് ലബോറട്ടറി എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ വെറും നമ്മൾ കാണുന്ന സിറിഞ്ച്, ഗ്ലാസ് ബീക്കർ, മറ്റേ കോണിക്കൽ ഫ്ലാസ്ക്, ടെസ്റ്റ് ട്യൂബ് അത് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സും അതിനകത്ത് പെടുന്നുണ്ട്. അതും എക്യുപ്മെന്റിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ മെഷറിംഗ് സിസ്റ്റംസുകള്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, LIS എന്ന് പറയും, അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. അതൊക്കെ എക്യുപ്മെന്റിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അല്ലാതെ ഹാർഡ്വെയർ മാത്രം, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സും നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ സിസ്റ്റംസും ഇതിനകത്ത് വരുന്നുണ്ട്, എക്യുപ്മെന്റിനകത്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ഈ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ അവിടുത്തെ വർക്ക് ഫ്ലോ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, സോഫ്റ്റ്വെയറും മറ്റും, അത് ഇതിന്റെ ഭാഗമാണ്, എക്യുപ്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. അതാണ് പറയുന്നത്, equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. അതായത് ഒരു ലാബിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ലാബിന്റെ രൂപകൽപ്പനയ്ക്കും അതിന്റെ കപ്പാസിറ്റിക്കും അനുസൃതമായിട്ട് ആ ലാബിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ അവിടെ തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ. നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. ആ ലാബ് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടോ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു ലാബിന്റെ കപ്പാസിറ്റി, ആ ലാബിന്റെ ഡിസൈനും നമ്മൾ നോക്കണം. ഒരു ചെറിയ ലാബാണ്, അവിടെ വലിയൊരു എക്യുപ്മെന്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, സ്ഥലപരിമിതികൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ലാബിന്റെ അതിന്റെ ഡിസൈൻ അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും ആ ലാബിന്റെ റിക്വയർമെന്റ്സും നിറവേറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റുകളാണ് അവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, all equipment should be qualified before it is taken for the clinical use. അതാണ് പറയുന്നത്, all equipments should be qualified before it is taken for the clinical use. അതായത് നമ്മൾ ഈ പറയുന്ന ലാബിലെ എക്യുപ്മെന്റുകൾ ഉപയോഗത്തിന് മുമ്പായിട്ട് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം അല്ലെ. ഓരോ എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ എക്യുപ്മെന്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. ക്വാളിഫൈഡ് ആണെന്ന് വെച്ചാൽ അത് നമ്മൾ അതിന്റെ കൃത്യത പരിശോധിച്ചത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, all equipment should be in usable condition at all times. എല്ലാ എക്യുപ്മെന്റ്സ് എല്ലായ്പ്പോഴും യൂസബിൾ കണ്ടീഷനിലായിരിക്കണം. മനസ്സിലായോ? അപ്പൊ ലാബിനകത്ത് നമ്മൾ വെച്ചിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം യൂസബിൾ കണ്ടീഷനിലുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണം.
ഏതെങ്കിലും എക്യുപ്മെന്റ് അവിടെ പ്രവർത്തനക്ഷമമല്ലാത്തതുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം, നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, എപ്പോഴും എന്താണ് എല്ലായ്പ്പോഴും യൂസബിൾ കണ്ടീഷനിലുള്ള എക്യുപ്മെന്റ്സുകൾ ആയിരിക്കണം ഒരു ലാബിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന്റെ അർത്ഥം ഇതാണ്, പ്രവർത്തനക്ഷമമല്ലാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റണം, അതിനെ റീപ്ലേസ് ചെയ്യണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാല് റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ് കേട്ടോ. അതുപോലെ ഓരോ എക്യുപ്മെന്റുകളും നമ്മൾ റെഗുലർ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തിരിക്കണം, നമ്മൾ പതിവായിട്ട് തന്നെ പരിശോധിക്കണം, അതിനെ ക്ലീൻ ചെയ്യണം, അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അല്ലെ. കാര്യം നമുക്കറിയാം ഒരു എക്യുപ്മെന്റുകൾക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട്. ഈ എക്യുപ്മെന്റുകൾ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ടിൽ വേരിയേഷൻ കാണിക്കും, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുൻപായിട്ട് പതിവായിട്ട് എല്ലാ എക്യുപ്മെന്റ്സുകളും നമ്മൾ റെഗുലർ ആയിട്ട് തന്നെ ഇൻസ്പെക്ഷൻ ചെയ്യണം, പരിശോധിച്ചിരിക്കണം, അത് ക്ലീൻ ചെയ്യണം, അതിന്റെ മെയിൻ്റനൻസും മറ്റും നടത്തിയിരിക്കണം കേട്ടോ. പിന്നെ പറയുന്ന മെയിൻ്റനൻസിനെ പറ്റി പറയുന്ന വേറൊരു കാര്യമുണ്ട്. Maintenance performed as per the recommendation of the manufacturer or more as required. Example, in the overuse or aging of equipment. അതായത് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ്സുകളുടെ മെയിൻ്റനൻസും മറ്റ് നടത്തേണ്ടത് ആ എക്യുപ്മെന്റിന്റെ മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ. ആ മാനുഫാക്ചർ പറയും ഇത്ര നാള് കൂടുമ്പോൾ അതിന്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ സർവീസും മറ്റും ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മളത് മെയിൻ്റനൻസ് നടത്തിയിരിക്കണം. നമ്മുടെ വീട്ടിലായാലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അത് ഇതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സർവീസും മറ്റും ചെയ്യും, എത്ര വർഷം കഴിയുമ്പോൾ നമ്മൾ സർവീസും മറ്റും ചെയ്യും. അത് അവർ പറയുന്നുണ്ട്, മാനുഫാക്ചറർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഈ പറയുന്ന എക്യുപ്മെന്റുകളുടെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് ആണ് നടത്തിയിരിക്കണം. എക്സാമ്പിൾ പറയുന്നുണ്ട്, വിത്ത് ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്. നമ്മൾ ഓവറായിട്ട് ഒരുപാട് നാള് നമ്മൾ എക്യുപ്മെന്റ് ഉപയോഗിക്കുമ്പോഴും അതിന് ഒരുപാട് തേയ്മാനങ്ങളും മറ്റും വരും, അതുപോലെ പല വേരിയേഷൻസ് വരും. അതുപോലെ എക്യുപ്മെന്റുകൾ എന്താ പറയാ കൂടുതൽ പഴങ്ങാനായിട്ട് തുടങ്ങും. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമുക്ക് മെയിൻ്റനൻസ് പ്രോപ്പർ ആയിട്ട് നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാല് laboratories should maintain needful instructions for operation and maintenance of equipment in the form of SOP. A copy of the same should be made available near the equipment. എന്താണ് അവിടെ പറയുന്നത്? അറിയാത്തൊരു കാര്യമുണ്ട്, SOP എന്താണ് എഴുതി വെച്ചോട്ടോ. SOP ചോദിച്ചിട്ടുണ്ട്. SOP എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എഴുതി വെക്കാട്ടോ. സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് OPERATING ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് PROCEDURES. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്നാണ് SOP. എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മള് എക്യുപ്മെന്റ്സുകൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ ഒരു യൂസർ മാനുവൽ കിട്ടില്ലേ? അതിന് കൃത്യമായിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് അതിനകത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു സംഭവമാണ് SOP. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. അതായത് ഒരു കൂട്ടം സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളാണ്. അതായത് ആ എക്യുപ്മെന്റ് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അതിന്റെ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്ന ആ യൂസറിന് അറിയുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ അടങ്ങിയ ആ ഒരു സംവിധാനമാണ് SOP എന്ന് പറയുന്നത് കേട്ടോ. അത് ഓരോ എക്യുപ്മെന്റിന് ഉണ്ടാവും. ഓക്കെ, ഓരോ എക്യുപ്മെന്റ് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ യൂസർക്ക് എങ്ങനെ അത് ഉപയോഗിക്കണം എന്ന് അറിയുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ബുക്കെന്നോ അല്ലെങ്കിൽ ഷീറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് SOP എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. ഇനി വായിക്കാൻ നമുക്ക് laboratories should maintain needful instructions for operation and maintenance of equipment in the form of SOP. അല്ലെ, ലബോറട്ടറികള് എങ്ങനെ ലബോറട്ടറി എക്യുപ്മെന്റുകൾ എന്ത് ചെയ്തിരിക്കണം, ഓരോ എക്യുപ്മെന്റുകൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഇൻ ദ ഫോം ഓഫ് SOP ഫോമിൽ വേണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ. അത് മാത്രമല്ല എ കോപ്പി ഓഫ് ദ സെയിം ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ നിയർ ദ എക്യുപ്മെന്റ്. ഈ SOPയുടെ ഒരു കോപ്പി എപ്പോഴും ഓൾവേസ് ഇവിടെ ഉണ്ടായിരിക്കണം, ലാബിനകത്ത് ഉണ്ടായിരിക്കണം. അതുകൂടാതെ മറ്റൊരു കോപ്പി എപ്പോഴും എന്തായിരിക്കണം, എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കണം. കാര്യം അത് യൂസർ, അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നതിനെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കോപ്പി എപ്പോഴും ആ എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ അവൈലബിൾ ആക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്തത് കേട്ടോ, all equipment should undergo
കാലിബ്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ഇതാണ് ഓൾ എക്യുപ്മെന്റ് ഷുഡ് അണ്ടർഗോ കാലിബ്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃത്യത സ്ഥിരീകരിക്കാനുള്ള അർത്ഥമാണ് കേട്ടോ. ഇവിടെ എന്താണ് അർത്ഥം? കൃത്യത നോക്കുക കേട്ടോ, കൃത്യത സ്ഥിരീകരിക്കാനുള്ള അർത്ഥമാണ് കേട്ടോ. എല്ലാ എക്യുപ്മെന്റ്സുകളും കൃത്യമായിട്ട്, എല്ലാ എക്യുപ്മെന്റുകളും നമ്മൾ വെരിഫൈ ചെയ്തിരിക്കണം, വിലയിരുത്തണം, കൃത്യമായിട്ട് അതിന്റെ കൃത്യത നമ്മൾ പരിശോധിച്ചിരിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. അതായത് എക്യുപ്മെന്റുകളാണ്, പല വാരിയേഷൻസ് വരാം, അതുകൊണ്ട് നമ്മൾ റെഗുലർ ആയിട്ട് അത് പരിശോധിക്കണം, അതിന്റെ കൃത്യത നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ അതിൽ നിന്ന് കിട്ടുള്ളൂ അല്ലെ. ഇത് കൃത്യമല്ലാന്നുണ്ടെങ്കിൽ, കാലിബ്രേഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിസൾട്ടില് ഒരുപാട് വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ലാബിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്താണ്? ഏറ്റവും കൃത്യമായിട്ടുള്ള റിസൾട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് എക്യുപ്മെന്റുകൾ തീർച്ചയായിട്ടും കാലിബ്രേഷനും വെരിഫിക്കേഷനും വിധേയമാക്കി ഓക്കെ കൃത്യത സ്ഥിരീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത നോക്കാം, മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡിംഗ് ദ വാറന്റി കാർഡ്സ്, ടെലിഫോൺ നമ്പേഴ്സ് ഓഫ് പേഴ്സണൽ needs to be contacted in the event of equipment malfunction should be kept safely but within reach for the user. അതായത് നമ്മൾ ഈ പറയുന്ന മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകൾ, ഓരോ എക്യുപ്മെന്റുകൾ മെയിൻ്റനൻസിന്റെ കോൺട്രാക്റ്റുകൾ, അതുപോലെ വാറന്റി കാർഡുകൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് അവിടെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അതുകൂടാതെ ഏതെങ്കിലും എക്യുപ്മെന്റ് ഇപ്പോ കേടുപാടുകൾ വരികയാണ്, തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നതിനായിട്ട് കോൺടാക്ട് ചെയ്യുന്ന വ്യക്തിയുടെ ടെലിഫോൺ നമ്പറുകൾ അടക്കം എവിടെ സൂക്ഷിച്ചിരിക്കണം? ഒരു ലാബിനകത്ത് സൂക്ഷിച്ചിരിക്കണം. അതാണ് പറയുന്നത് ഷുഡ് ബി കെപ്റ്റ് സേഫ്ലി ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ. അത് വളരെ യൂസർക്ക് എപ്പോഴും അവൈലബിൾ ആകുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? സൂക്ഷിച്ചിരിക്കണം. ഇപ്പൊ വേണമെങ്കിൽ എക്യുപ്മെന്റുകൾ കേടുപാടുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കത് റിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് ആവശ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന വ്യക്തി ആരാണോ അവരുടെ നമ്പർ അടക്കം, അതുപോലെ വാറന്റി കാർഡുകൾ, മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകൾ, അതെല്ലാം തന്നെ ലാബിനകത്ത് ഇപ്പോഴും യൂസർക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിൽ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ യൂസർ മാനുവൽ ഷുഡ് ബി റെഡിലി അവൈലബിൾ ഫോർ ദ റെഫറൻസ് കേട്ടോ. ഓരോ എക്യുപ്മെന്റിന്റെ യൂസർ മാനുവൽ എപ്പോഴും റെഫറൻസിനായിട്ട് അവൈലബിൾ ആക്കിയിരിക്കണം അല്ലെ. അത് എത്രയൊക്കെയാണ് എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പോയിന്റുകളാണ് കേട്ടോ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒരു ലാബിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ അനുസരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ, റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള എക്യുപ്മെന്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഓരോ എക്യുപ്മെന്റുകൾ ഉപയോഗത്തിന് മുമ്പായിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ എല്ലായ്പ്പോഴും ഉപയോഗത്തിലുള്ള അല്ലെങ്കിൽ ഉപയോഗക്ഷമമായിട്ടുള്ള യൂസബിൾ കണ്ടീഷനുള്ള എക്യുപ്മെന്റുകളായിരിക്കും നമ്മൾ ലാബിനകത്ത് ഉപയോഗിക്കേണ്ടത്. പിന്നെ റെഗുലർ ആയിട്ടുള്ള പരിശോധനകൾ, ക്ലീനിങ്, മെയിൻ്റനൻസ് എല്ലാം നടത്തിയിരിക്കണം. പ്രത്യേകിച്ച് മാനുഫാക്ചറുടെ ശുപാർശ അനുസരിച്ചുകൊണ്ട്, റെക്കമെൻഡേഷൻ അനുസരിച്ചുകൊണ്ട് എക്യുപ്മെന്റുകളുടെ മെയിൻ്റനൻസും മറ്റും നടത്തണം. പിന്നെന്താണ്? എപ്പോഴും നമ്മൾ ഓരോ എക്യുപ്മെന്റുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് SOP ഫോമില്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് പറയാം, ആ ഒരു ഫോമിൽ നമ്മൾ ലാബിനകത്ത് സൂക്ഷിച്ചിരിക്കണം. അതിന്റെ ഒരു കോപ്പി എപ്പോഴും നമ്മൾ എക്യുപ്മെന്റിന്റെ അടിയത്ത് തന്നെ ലഭ്യമാക്കിയിരിക്കണം. അതുപോലെ എല്ലാ എക്യുപ്മെന്റുകളും കൃത്യമായിട്ടുള്ള കാലിബ്രേഷനും വെരിഫിക്കേഷനും വിധേയമാക്കിയിരിക്കണം. പിന്നെ ഈ പറയുന്ന എക്യുപ്മെന്റുകൾ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള വാറന്റി കാർഡുകൾ, പിന്നെ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട വ്യക്തിയുടെ നമ്പർ, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ യൂസർ മാനുവലുകൾ എപ്പോഴും റെഫറൻസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ ജനറൽ കാര്യങ്ങളാണ് കേട്ടോ, ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ലാബിന്റെ ഹൈറാർക്കി നമ്മൾ പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്നത് 3 കാര്യങ്ങളെയാണ്: ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ, പിന്നെന്തായിരുന്നു എഫിഷ്യൻസി, അതുപോലെ തന്നെ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞല്ലോ സേഫ്റ്റി ഓഫ് ദ ലബോറട്ടറി വർക്കേഴ്സ് കേട്ടോ. പിന്നെ ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ NABL അല്ലെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പെർ ഡേ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്, സാമ്പിളുകളുടെ എണ്ണം വെച്ചിട്ടാണ് ആ 4 ഡിവിഷൻസ് പറഞ്ഞത് കേട്ടോ. പിന്നെ എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓക്കെ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇതിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.